പാലക്കാട് തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രാജിവെക്കും അല്ലെങ്കിൽ രാജിവെക്കാൻ പോകുന്നു, രാജിവെക്കും, ഇപ്പോൾ തന്നെ രാജിവെക്കും എന്നൊക്കെ തരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഇറങ്ങുകയുണ്ടായി, അത്തരത്തിലുള്ള വാർത്തകളും ഇറങ്ങുകയുണ്ടായി. പക്ഷേ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആയിരിക്കണം ഇന്ന് ഉച്ചയ്ക്ക് സുരേന്ദ്രൻ ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. അത്തരത്തിൽ രാജിവെക്കുന്ന കാര്യങ്ങളൊന്നും ആലോചിക്കുന്നില്ല. അഥവാ രാജിവെക്കുന്നെങ്കിൽ തന്നെ അത് ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വം പറയണം. കേന്ദ്ര നേതൃത്വം എന്താണോ തീരുമാനിക്കുന്നത് അത് അതുപോലെ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അല്ലാതെ ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ച് പോകുന്നൊന്നുമില്ല. അങ്ങനെ ഞാൻ രാജിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു എന്ന പ്രചരണവും തെറ്റാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുകയുണ്ടായി. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മേഖലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അതിശക്തമായിട്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പിന്നെ പാലക്കാട്ട് ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം.ഇ. ഗോവിന്ദൻ പറഞ്ഞതുപോലെ തന്നെയാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയും SDPI-യും ഈ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പരസ്യമായി രംഗത്തിറങ്ങി എന്ന് തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത്. അത് തന്നെയാണ് സുരേന്ദ്രനും പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാരണങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. പാലക്കാട്ടും ചേലക്കരയിലും വയനാട്ടിലും PFI പരസ്യമായി അവരുടെ ലഹരികളുമായി UDF-നൊപ്പം അണിനിരന്നു. കോൺഗ്രസ് നേതാക്കൾ വെൽഫെയർ പാർട്ടിയുമായി PFI-യുമായും സന്ധി ചെയ്യുകയായിരുന്നു. രണ്ട് മുന്നണികൾക്കും ഭീകര സംഘടനകളുമായി അഭേദ്യമായ ബന്ധമുണ്ട്. മൂന്നിടങ്ങളിലും ലഘുരേഖകളുമായി ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇവർ രംഗത്തെത്തിയിരുന്നു എന്നും വ്യക്തമാക്കുന്നു. ഇരു മുന്നണികളുടെ എന്ന് പറയുമ്പോൾ LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഈ PDFI സ്ഥാനാർത്ഥികൾ ഇറങ്ങിയെന്ന് പറയുന്നു. പക്ഷേ CPM പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, അത് UDF-ന് വേണ്ടിയാണ് ഇറങ്ങിയെന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ ഒരു വർഗീയ പാർട്ടികൾ അവരവരുടെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവരിറങ്ങിയെന്നാണ്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരാളെ തോൽപ്പിക്കാൻ മതഭീകര സംഘടനകൾ ഒരു സമുദായത്തെ സ്വാധീനിക്കുന്നു. കേരളത്തിൽ പാലായിലും കൽപ്പറ്റയിലും നേരത്തെയും അത് കണ്ടു. സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. കഴിഞ്ഞ തവണയും പാലക്കാട് അത് കണ്ടു. അതിൻ്റെ പാപഭാരത്തിൽ നിന്ന് UDF-ന് മാത്രമല്ല LDF-നും കൈകഴുകാനാകില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കെ സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഉൾപ്പെടെ നിരവധി പേർ നേരത്തെയും SDPI-യുമായി ചേർന്ന് മത്സരിച്ചിട്ടുണ്ട്. SDPI-ക്കും പോപ്പുലർ ഫ്രണ്ടിനും തിരഞ്ഞെടുപ്പിൽ ഒരു സമുദായത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നതാണ് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുക. മാധ്യമങ്ങളും ഇരു മുന്നണികളും ഇതുവരെ അതിനെ ഗൗരവമായി എടുത്തിട്ടില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സമാധാനമായി നിലനിൽക്കുന്ന ഒരു സമുദായത്തിന് അകത്ത് SDPI പോലുള്ള സംഘടനകൾക്ക് പൂർണ്ണമായ നിയന്ത്രണം കൈവരികയാണ്. ആരാധനാലയങ്ങൾ അടക്കം ഉപയോഗിക്കാൻ അവർക്ക് കഴിയുന്നുവെന്ന് സുരേന്ദ്രൻ പറയുന്നു. മാത്രമല്ല, ഇവർ രാഹുൽ മാങ്കൂട്ടത്തിന് വിജയിപ്പിക്കുകയും വയനാട്ടിലെയും ചേലക്കരയിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും SDPI-യുടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രവർത്തനം ഉൾപ്പെടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒരു പ്രത്യേക ഗ്രീൻ സ്ക്വാഡ് എന്ന പേരിലാണ് ഇവർ ഇറങ്ങിയത് എന്നും പറയുന്നുണ്ട്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു ഒരു തരത്തിലും രാജിവെക്കാൻ പോകുന്നില്ല, അത്തരത്തിലുള്ള വാർത്തകളെല്ലാം കളവാണ്, അങ്ങനെ ഒരു വാർത്തയില്ല, ഞാൻ രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയല്ല, കേന്ദ്ര പാർട്ടി നേതൃത്വം എന്താണോ പറയുന്നത് അതനുസരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.